കർത്താവ് സഹായിക്കട്ടെ. ഒരു വാക്യം നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് പ്രോവേർബ്സ് ചാപ്റ്റർ 21 വേഴ്സ് 28. സദൃശവാക്യങ്ങൾ 31:28 വാക്യം. മതി, അത്രയും മതി. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നു എന്ന് മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതി. Praise the Lord. Please read that in English also. Amen. Praise the Lord. ഇന്ന് അല്പസമയത്ത് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയെല്ലാം ഒരുമിച്ച് ദൈവവചനത്തിന് മുമ്പാകെയായിരിക്കുമ്പോൾ എ ഗോഡ്ലി മദർ, എ ഗിഫ്റ്റ് ബിയോണ്ട് മെഷർ എന്നുള്ളതായ വിഷയത്തോടുള്ളതായ ബന്ധത്തിൽ ചില കാര്യങ്ങൾ, ദൈവ ഭക്തിയുള്ള അമ്മ അളക്കാനാവാത്ത ഒരു സമ്മാനമാണ് എന്നുള്ളതായ നിലയിൽ ചില കാര്യങ്ങൾ, അതായത് ഇന്ന് പകൽക്കാലം നിങ്ങളോട് അറിയിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിനോടുള്ളതായ ബന്ധത്തിൽ ഞാൻ ഒരു സംഭവകഥ അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റോറിയായിട്ട് ആരംഭിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അബ്രഹാം ലിങ്കൻ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ആഭ്യന്തര സമയത്ത് സിവിൽ വാർ ആൻഡ് സൈനിങ് ഓഫ് ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ സൈൻ ചെയ്തത് അദ്ദേഹമാണ്. ഹല്ലേലൂയ. But long before he was president, he was poor boy growing up a backwoods of Kentucky, being shaped by prayers, character, and example of a quiet woman. His mother's name was Nancy Hanks Lincoln. അപ്പോൾ അദ്ദേഹത്തെ, ആ വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം പിന്നെ എഴുതുന്നതായ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെതായ പ്രസിഡൻസി ആ നിലയിൽ തന്നെ ഷേപ്പ് ചെയ്തത്, തൻ്റെ 9ാമത്തെ വയസ്സിലാണ് ഈ മാതാവ് മരിക്കുന്നത്. 9ാമത്തെ വയസ്സ്, when he was 9 years old, his mother died. Still he cherished all the memories. അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും, അദ്ദേഹം ആ മാതാവിൻ്റെ പ്രാർത്ഥന, ആ മാതാവിൻ്റെ പാട്ട്, ആ മാതാവിൻ്റെതായ പഠിപ്പിച്ചതായ വേദഭാഗങ്ങൾ, അതെല്ലാം തൻ്റെ ജീവിതത്തിൽ വളരെയേറെ പ്രയോജനപ്പെട്ടു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മാതാക്കൾ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർക്ക് കൊടുക്കുന്നതായ, ഓരോ ദിവസവും കൊടുക്കുന്നതായ, അവരോട് പറയുന്നതായ ദൈവവചനം, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതായ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണമാണ് ഈ സമയത്ത് ഞാൻ താല്പര്യപ്പെടുന്നത്. സോ ഞാൻ ചില കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണമാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമ്പർ 1 പോയിന്റ്, എ ഗോഡ്ലി മദർ ഈസ് എ വുമൺ ഓഫ് ഫെയ്ത്ത്. നമുക്കൊരു വേദഭാഗം വായിക്കാം. 2 Timothy chapter 1 verse 5. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവിസിലും അമ്മ യുനീക്കിയിലും ഉണ്ടായിരുന്നു, നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ എഴുതുന്ന ഒരു കാര്യമാണ്, I am reminded of your sincere faith which first lead in your grandmother Lois and your mother Eunice. ഹല്ലേലൂയ. അവരുടെ വിശ്വാസത്തെ പ്രത്യേകം ശ്ലാഘിക്കുന്നത് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. സോ എ ഗോഡ്ലി മദേഴ്സ് ഫെയ്ത്ത് ഈസ് എ കോർണർസ്റ്റോൺ ഓഫ് ഹെർ മദർഹുഡ്. അതാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ദൈവഭക്തിയായ ഒരു അമ്മയുടെ വിശ്വാസം അവിടെ ആ വിശ്വാസത്തിൻ്റെതായ മൂലക്കല്ലായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. ദൈവത്തിലുള്ളതായ അവളുടെ ആശ്രയം, അവിടെ ദൈനംദിനമുള്ളതായ പരീക്ഷണങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കുവാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും തക്കവണ്ണം കഴിയും. Praise the Lord. Hallelujah. So, faith
in the life, praise the Lord, in the life of motherhood. Hallelujah. Not only the motherhood, the parenthood. Hallelujah. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ അവരെ വളർത്തുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. Praise the Lord. So in our daily life we may face lot of trials and temptations and challenges. Hallelujah. Without the help of faith in God, it is impossible to have a wonderful, victorious Christian life. Not only for your life, but for our generation. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതായ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ അത് പഠിപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അത് നമ്മുടെ മാതാക്കൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പിതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നതായ കാര്യമാണ്. അത് നിന്റെ വലിയമ്മ അതായത് ലോവീസിലും നിന്റെ അമ്മ യുനൂക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലുമുണ്ട് എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് hallelujah, begins from the grandmother, then mother, then to the child. Hallelujah. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വിശ്വാസം ഇവിടെ ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ പൈതങ്ങൾ കൂടിയിരിക്കുമ്പോൾ, hallelujah, so that learning, hallelujah, a lifestyle, hallelujah, a spiritual lifestyle, hallelujah. So when you face trials and temptation, challenges, hallelujah, how do we, hallelujah, face that challenges? ഇതെല്ലാം നാം അറിയാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാണ്, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ when they grow up, when they face such kind of temptation, such kind of trials, such kind of situation, they will also follow your footstep, our footstep. Praise the Lord. So in order to them to follow our footstep, at first we have to be an example, hallelujah, before their eyes. Praise the Lord. അത് നമ്മുടെ ജീവിതത്തിൽ hallelujah നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതായ ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ പല വിഷയങ്ങളുടെ മുമ്പിലും നമ്മൾ ഓർക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും, അത് ജീവിതം തന്നെ അർത്ഥശൂന്യമാണോ എന്ന് തോന്നിക്കുന്നതായ സമയത്ത് പോലും ഹല്ലേലൂയ നമുക്ക് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അത് ദൈവമായിട്ടുള്ളതായ കൂട്ടായ്മയിൽ നമുക്ക് നിലനിൽക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആ വിശ്വാസം നമ്മൾ എങ്ങനെയാണ് പിൻപറ്റുന്നത് എന്ന് അത് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള വിഷയത്തെ കുറിച്ച് ഹല്ലേലൂയ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ അവർക്കൊരു പാഠമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരുപോലെ ജീവിതമായിരിക്കില്ലല്ലോ, എപ്പോഴും ഒരുപോലെ ജീവിതമായിരിക്കില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് there are a lot of times we may face lot of pressure from outside, pressure from inside, pressure from hallelujah the workplace, pressure from society, hallelujah. So when you face this, when you go through such kind of pressure, hallelujah, the faith in God will sustain you. Praise the Lord. Faith in God, a solid faith in God will sustain you, to empower you. Hallelujah. It will move forward. Hallelujah. Keep moving. Hallelujah. അതിനു വേണ്ടി നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്നതായ അമ്മമാരെ, ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങളുടേതായ കുട്ടികളുടേതായ ഹൃദയങ്ങളിൽ ഹല്ലേലൂയ ആ വിശ്വാസത്തിൻ്റെതായ വേര്, ആ വിശ്വാസത്തിൻ്റെതായ വിത്ത് വിതയ്ക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിക്കുന്ന, നിങ്ങൾക്ക് ലഭിക്കുന്നതായ ഒരു അവസരവും നമ്മൾ പാഴായി കളയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, a godly mother is a teacher of wisdom. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് നമ്മൾ Proverbs chapter 1
വേഴ്സ് 8 and 9. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ആ Amen. Praise the Lord. അവിടെ വായിക്കുന്നത്, do not forsake your mother's teaching. They are a garland to grace your head and chain to adorn your neck. Praise the Lord. മകനെ, നിന്റെ അപ്പൻ്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം. ഇവിടെ ഇന്ന് പൽക്കാലം ഞാൻ എടുത്തു പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത് അമ്മയുടെ ഉപദേശം എന്നുള്ളതായ നിലയിലാണ്. എ ഗോഡ്ലി മദർ. ഐ എം ടോക്കിംഗ് അബൌട്ട് the qualities, special qualities of the godly mother. Number one point was, a godly mother is a mother of what? A lady. You will be a woman of faith. Number two, hallelujah, a godly mother, and she will be a mother and a lady or a woman of, and she will be a teacher of wisdom. എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. Praise the Lord. Hallelujah. നമ്മൾ ഓർക്കണം, the godly mothers are the first educators, I mean for our children. Praise the Lord. Hallelujah. So education starts not from the pulpit. Education not from the not from the school to begin with. Education starts right from our family. Praise the Lord. Right from the family, especially from our mothers. Hallelujah. So when they hear from you, praise the Lord, അതാണ് നമുക്ക് കാണുവാൻ തക്കവിടാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അധ്യാപകരെക്കാൾ മുമ്പേ, ടീച്ചേഴ്സിനേക്കാൾ മുമ്പേ, ഇൻസ്ട്രക്ടേഴ്സിനേക്കാൾ മുമ്പേ നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യം കാണുന്നത് മാതാക്കളെയാണ്, പിന്നെ പിതാക്കളെ. അപ്പോൾ മാതാപിതാക്കൾ, അപ്പോൾ അവരുടെ ഹല്ലേലൂയ ലേണിംഗ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഫാമിലി. Praise the Lord. Hallelujah. In order to teach them the wisdom, what we have to do as the parents, as the mothers and fathers, we have to have the wisdom from the Lord. Praise the Lord. Hallelujah. Bible says, fear of the Lord is the beginning of wisdom. Praise the Lord. Fear of the Lord. Hallelujah. Keep the spirit of fear of the Lord in the family. നാം കുടുംബത്തിലായിരിക്കുമ്പോൾ, ദൈവമക്കളായിരിക്കുന്നതായി നമുക്ക് നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ ഹല്ലേലൂയ ദൈവഭക്തിയെ കൊണ്ട് നിറയ്ക്കുക. ആ ദൈവഭക്തിയെ കൊണ്ട് നിറയ്ക്കുമ്പോൾ, if you are filling our family situation with the air of hallelujah, fear of the Lord, hallelujah, the students, the children, they will grasp it one by one. They will learn it one by one. Hallelujah. To respect the Lord. Hallelujah. To praise the Lord, to worship the Lord, to follow the footsteps of the Lord. Hallelujah. ഇതെല്ലാം ആദ്യമായിട്ട് പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഹല്ലേലൂയ, ആ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ, വേദപുസ്തകത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, അവർക്ക് ഈ പാഠങ്ങൾ ലഭിക്കുന്നത് ചിലപ്പോൾ പുസ്തകങ്ങളിൽ നിന്നല്ല. Praise the Lord. പുസ്തകങ്ങളിൽ നിന്നല്ല, ചിലപ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ through their devotion, through their meditation in the presence of the Lord, through the prayer, hallelujah, to their sacrifice, hallelujah, in the sacrificial time and spending in the presence of the Lord, hallelujah, അങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിലൂടെയാണ് അവരിത് പഠിച്ച് വളരുന്നത്. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവഭക്തിയായിരിക്കുന്ന ഓരോ അമ്മമാരും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ ദൈവത്തെ കുറിച്ച്, ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ഏതൊക്കെ നിലയിൽ എപ്പോഴൊക്കെ പറയണമോ എന്ന് പറഞ്ഞാൽ, hallelujah, praise the Lord. So when you help them with the homework, when you take them to the school, hallelujah, when you correct them, hallelujah, and you have to, those are the opportunity, to correct them with the word of God, with the correct, those are the opportunity that you receive
to correct them, to instruct them, to teach them the word of God. Hallelujah. The wisdom of God. Hallelujah. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ദൈവജനമേ, ഹല്ലേലൂയ മാതാപിതാക്കളായിരിക്കുന്നതായി നമുക്ക്, പ്രത്യേകിച്ച് കുട്ടികളായിരിക്കുന്നതായി നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ കുഞ്ഞുങ്ങളെ അവർ വളരേണ്ട വിധത്തിൽ വളർത്തുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യേക ഓപ്പർച്യൂണിറ്റിയാണ് ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നടക്കേണ്ടുന്ന, അവന് പോകുവാൻ ഇഷ്ടമുള്ള പാതയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോകാൻ ഇഷ്ടമുള്ള പാതയുണ്ട്. ഹല്ലേലൂയ. ആ പാത ചിലപ്പോൾ ശരിയാകണമെന്നില്ല, ആ പാത ചിലപ്പോൾ കറക്റ്റ് ആകണമെന്നില്ല. എന്നാൽ വിശ്വത്തോടുകൂടെ, ദൈവജ്ഞാനത്തോടുകൂടെ അവരെ നമ്മൾ വളർത്തുക. അവർ കുഞ്ഞായിരിക്കുമ്പോഴാണ് അവരെ വളർത്തേണ്ടത്, കറക്റ്റ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ആരാധനയ്ക്ക് കടന്നു വരുന്നതായ സമയം, പ്രൈസ് ദി ലോർഡ്, സന്ധ്യാപ്രാർത്ഥന അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ആ സമയത്ത് ഒന്നിച്ചു കൂടുക. ഹല്ലേലൂയ. ആരാധനയ്ക്ക് സമയത്ത് കടന്നു വരിക. പ്രത്യേകിച്ച് നമ്മൾ ഹല്ലേലൂയ ട്രാഫിക് ഒക്കെയും ഉള്ള വിഷയമുണ്ട്. ഹല്ലേലൂയ. ആ സമയത്ത് നമുക്ക് സമയത്ത് കടന്നു വരാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ എല്ലാ പ്രാർത്ഥനയ്ക്കും, എല്ലാ മീറ്റിങ്ങിനും, അത് സൂമിലായാലും ഹല്ലേലൂയ സമയത്ത് കടന്നു വരുവാൻ തക്കവണ്ണം കഴിയുന്നില്ല എങ്കിൽ, അത് പ്രെയർ ലൈനിലാണെങ്കിലും സമയത്ത് കടന്നു വരുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ, നിങ്ങൾ അറിയാതെ ചില റോങ് ലെസൺസ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് നിങ്ങൾ അറിയാതെ സമയത്തിന് നമ്മൾ സ്കൂളിൽ കടന്നു പോകും, സമയത്തിന് നമ്മൾ ഇൻ്റർവ്യൂവിന് കടന്നു പോകും, സമയത്തിന് നമ്മൾ ജോലിക്ക് കടന്നു പോകും. അതിന് മാത്രം നമ്മൾ എന്തുമാത്രമാണ് ഹല്ലേലൂയ. ഇന്ന് ഞാൻ ലേറ്റായിട്ട് വന്നവരെ ഉദ്ദേശിച്ചല്ല ഈ പറയുന്നത് കേട്ടോ. എനിക്കറിയാം നിങ്ങൾ ഇന്ന് ലേറ്റായത് ഹല്ലേലൂയ അതിനുള്ളതായ തക്കതായ കാരണം. അതുമാത്രമല്ല, അവരെന്നും ലേറ്റായിട്ട് വരുന്നവരുമല്ല. ആമേൻ. എന്നാൽ ഞാൻ പറഞ്ഞത് ലേറ്റായിട്ട് എപ്പോഴും 10 minutes ലേറ്റ്, 15 minutes ലേറ്റ്. ഈവൻ പ്രെയർ ലൈനിലാണെങ്കിലും 10-15 minutes ലേറ്റ്. സൂമിലാണെങ്കിലും 10-15 minutes, പ്രോബബ്ലി 30 minutes ലേറ്റ്. ഞാൻ പറഞ്ഞു വരുന്നത്, വി ഹാവ് ടു സെറ്റ് ദം ആൻ എക്സാമ്പിൾ. ആമേൻ. മാതാപിതാക്കളായിരിക്കുന്നതായി നമുക്ക് ഹല്ലേലൂയ അവർക്ക് ഒരു നമ്മളിൽ നിന്നാണ് അവർ പഠിക്കുന്നത്. ദൈവിക കാര്യങ്ങളിൽ നമ്മൾ എത്ര തീക്ഷ്ണതയുള്ളവരാണ്, നമുക്ക് ആ കാര്യങ്ങളിൽ എത്ര കണിശമുള്ളവരാണ് എന്ന് നമ്മളിൽ നിന്ന് അവരാണ് പഠിക്കുന്നത്. നമുക്കത് പഠിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഇന്ന് 15 minutes ലേറ്റ് ആയാൽ അവരുടെ സമയത്ത് അവർ 45 minutes ലേറ്റ് ആവും. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയാണ് ഞാൻ പഠിച്ചു വന്നത്. എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെയാണ് വളർത്തിയത് എന്ന് പറഞ്ഞ് അവർക്ക് അതിനകത്ത് ഒരു സ്ട്രിക്ട്നെസ് അവർക്ക് തോന്നുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് പൽക്കാലം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, ഇത് ഇങ്ങനെ പറഞ്ഞു പോകും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ഓർപ്പിക്കുകയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് ഹല്ലേലൂയ മോശയുടെ അമ്മയുടെ പേര് നമുക്ക് അറിയാം അല്ലേ? അതെ. അപ്പൊ ജോക്കബെത്ത്, ആ വ്യക്തിയെ നമ്മൾ എടുത്ത് നോക്കിയാൽ, ആ ലേഡിയെ നമ്മൾ എടുത്ത് നോക്കിയാൽ, ഈ മകനെ എത്ര നാൾ വളർത്തി? 3 മാസം വീട്ടിൽ വളർത്തി. പിന്നെ നമ്മൾ എത്ര നാൾ വളർത്തിയെന്ന് നമുക്കറിയില്ല. പക്ഷെങ്കിൽ ആ വളർത്തലിൽ അവനിൽ ഒരു വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റി. He was raising, he was growing, he was living in a Pharaoh's palace. Though he was living in a Pharaoh's palace, he was aware of his own people. He was aware of his God. He was aware of ഈ ജ്ഞാനം അവന് എവിടുന്നാ കിട്ടിയത്? നിങ്ങൾ പറഞ്ഞേ, അവൻ്റെ അമ്മയിൽ നിന്നായിരിക്കണമല്ലോ. ദൈവമേ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ അമ്മമാർക്ക്
അവൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ റോളാണ് കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ തന്നിരിക്കുന്നത്. നിങ്ങളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഞാൻ ഇന്ന് പൽക്കാലം അപ്രീഷിയേറ്റ് ചെയ്യണം. വഴക്ക് പറയാമെന്ന് ചിന്തിക്കരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഇന്ന് പൽക്കാലം. ഹല്ലേലൂയ. അവരെ ഹല്ലേലൂയ വളർത്തേണ്ട വിധത്തിൽ വളർത്തുവാൻ, അവർക്ക് കൊടുക്കേണ്ടുന്നതായ ജ്ഞാനം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ വളർന്നു വന്നത് കൊണ്ട് മോശ എന്ത് ചെയ്തു? ഹല്ലേലൂയ, അവൻ തൻ്റെ ഐഡന്റിറ്റി മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. അവൻ ആരാണെന്നുള്ള ഉൾബോധം അവനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ പാലസിലായിരിക്കുമ്പോൾ he kept his identity that he is an Israelite. ഹല്ലേലൂയ. അവനൊരു ഇസ്രായേലിയൻ എന്ന് അവനൊരു ബോധമുണ്ടായിരുന്നു. That should be done in our families. Praise the Lord. When they go out in society, when they go out in school, when they go out in upper classes in college, they have to maintain that identity. They are, the child of God. That kind of awareness, they will get it from you, mothers and parents. ആ ഒരു ഐഡന്റിറ്റി, ആ അവയർനെസ്, ആ ബോധം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിൽ പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. അതാണ് ഞാൻ ഇന്ന് പൽക്കാലം ഓർമ്മിപ്പിക്കുന്നത്. കർത്താവ് അങ്ങനെ നമ്മെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കൃപയിൽ വളർത്തുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കട്ടെ. നമ്പർ 3, എ ഗോഡ്ലി മദർ ഈസ് എ വുമൺ ഓഫ് പ്രേയർ. ഹല്ലേലൂയ. ദൈവഭക്തയായ ഒരു അമ്മ പ്രാർത്ഥന സ്വഭാവമുള്ളവരായിരിക്കും. പ്രാർത്ഥന സ്വഭാവമുള്ള ഒരു സ്ത്രീ ആയിരിക്കും. നമുക്കറിയാമല്ലോ, 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. 1 Samuel chapter 27, chapter 1 verse 27. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എ ഗോഡ്ലി മദർ ഈസ് എ വുമൺ ഓഫ് പ്രേയർ. പ്രൈസ് ദി ലോർഡ്. അതാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. എ വുമൺ ഓഫ് പ്രേയർ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഒരു ഭക്തിയായ അമ്മയുടെ ജീവിതത്തിൻ്റെതായ ജീവനാഡിയാണ്. ഞാൻ കൂടെ ഓർപ്പിക്കാറുണ്ട്, വിശ്വാസം ഒരു ജീവനാഡിയാണ്, ലൈഫ് ലൈനാണ്. അതുപോലെ വിശ്വാസത്തോടൊപ്പം ചേർത്ത് പിടിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? പ്രേയർ, പ്രാർത്ഥന. ഇറ്റ്സ് എ ലൈഫ് ലൈൻ. വിത്തൗട്ട് പ്രേയർ, വിത്തൗട്ട് ഫെയ്ത്ത്, he cannot be a believer. Without faith or without prayer, he cannot be a follower of Jesus Christ. Praise the Lord. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ ഒരു കാര്യമാണ് ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെതായ ജീവനാഡിയാണ് ഹല്ലേലൂയ പ്രേയർ, പ്രാർത്ഥന എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. നമുക്കറിയാമല്ലോ, ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കടന്നു വരുമ്പോൾ ശമൂവേലിൻ്റെതായ മാതാവിൻ്റെ പേരെന്തായിരുന്നു? ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയായിരുന്നു. ആമേൻ, ആമേൻ. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ മദർ ഓഫ് സാമുവൽ? മദർ ഓഫ് സാമുവൽ Hannah. Amen. Praise the Lord. Hallelujah. I'm talking about her. Praise the Lord. She was a woman of prayer. Amen. അതാണ് നമുക്ക് അവിടെ കാണുന്നത്. I prayed for this child, and the Lord has granted me what I asked of him. Praise the Lord. Amen. This is a thing that he can teach them. When you go through the situation of needy situation, hallelujah, pray in the presence of the Lord. No matter whether that is possible or not possible. It seems probably in many times it seems impossible, but with God everything is possible. Praise the Lord. That is the lesson as a parent, as mother or father, he can teach them to our children. Children, let me tell you today, hallelujah, when you go to school
or when you face challenges. There are a lot of things that seems impossible. You will face it. If you are not facing it, the days to come, years to come, you are going to face it. There are a lot of things seem it will be impossible. But let me tell you, let me urge you today, hallelujah, with God, everything is possible. Praise the Lord. Hallelujah. This Hannah, she was a barren woman. Hallelujah. She was a woman without any child, but she prayed unto the Lord. She prayed unto the Lord. God has answered her prayer. That was the answer. Samuel was the answer. Are you following me now? Praise the Lord. Samuel was the answer. Hallelujah. Amen. Hallelujah. The godly woman, she intercedes for her children at every stage. It is our opportunity. No matter what are the situations they are going to face, or what are the situations they are facing now, we can intercede for them. A godly woman, a godly mother, a godly parent, they can intercede for them. അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയും. Hallelujah. Her prayer life strengthens her home and influences the generations. Praise the Lord. Hallelujah. That influence our children, not only the children, their generations. Like I said about Lincoln, Abraham Lincoln. Hallelujah. He lost his mother at the age of 9, but that influenced him throughout the presidential period to take an important decision. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായി തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ തൻ്റെ വിശ്വാസം, തൻ്റെ മാതാവിൻ്റെതായ വിശ്വാസം തന്നെ സഹായിച്ചു എന്ന് നമുക്ക് കാണുവാൻ തക്കവിടം കഴിയും. Let me go to the next page. Next point. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവിടം കഴിയുന്നത് അടുത്തത്, a godly mother is a model of sacrifice. A model of sacrifice, a godly mother. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 13-ാമത്തെ വാക്യം എന്താണ് വായിക്കുന്നത്? Amen. Praise the Lord. One of you please read that in English. As the mother. Amen. She comforts her children. Praise the Lord. അത് മാത്രമല്ല, she comforts. When she comforts, അവൾ ആശ്വസിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ പലപ്പോഴും ആശ്വാസം കണ്ടെത്താൻ കഴിയാത്ത മേഖലയിൽ നിന്നുകൊണ്ടായിരിക്കും ആശ്വസിപ്പിക്കുന്നത്. അതാണ് ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. ആശ്വാസം കണ്ടെത്താൻ കഴിയാത്ത മേഖലയിൽ ദൈവഭക്തിയായ ഒരു അമ്മ ഏറ്റവും വ്യക്തമായ ഹല്ലേലൂയ അടയാളങ്ങൾ ഒന്നാണ് അവൾ കുടുംബത്തിനു വേണ്ടി ഹല്ലേലൂയ പല ത്യാഗങ്ങളും സഹിച്ചിട്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാമല്ലോ ഹല്ലേലൂയ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വളർന്നതായ പൈതങ്ങൾ നമ്മുടെ കുഞ്ഞുകാലങ്ങളിലൊക്കെയും ഞാൻ അങ്ങനെയുള്ളതായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല. എന്നാൽ ഹല്ലേലൂയ വളരെ വളരെ ത്യാഗത്തിലൂടെ കഴിക്കുവാൻ, ഓരോ സമയത്തും ആഹാരം കഴിക്കുവാനില്ലാതെ വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയ കുടുംബങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ കുഞ്ഞുങ്ങൾക്കും ആഹാരം കൊടുക്കുവാൻ ചിലപ്പോൾ ചില നേരങ്ങളിൽ പട്ടിണി കിടക്കുന്നതായ കുടുംബങ്ങളെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അഥവാ എന്തെങ്കിലും കിട്ടിയാൽ മാതാവ് കഴിക്കാതെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് മാതാവ് വീണ്ടും പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ. മനസ്സിലാക്കുന്നുണ്ടോ? അഥവാ എന്തെങ്കിലും കിട്ടിയാൽ, അല്ല മരിച്ചിനിയോ അല്ലെങ്കിൽ കപ്പയോ അല്ലെങ്കിൽ മറ്റ് കാച്ചിലോ എന്തെങ്കിലും കിട്ടിയാൽ അത് കൊണ്ടുവന്ന് പുഴുങ്ങിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. പക്ഷെ അപ്പോഴും തങ്ങളുടേതായ വയറ് എന്ത് ചെയ്യുക? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുറുക്കി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഒരു മാതാവിൻ്റെ ത്യാഗം എന്ന് പറയപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായ മാതാക്കളെ, ഹല്ലേലൂയ, അങ്ങനെ ത്യാഗ സ്വഭാവമുള്ളതായ മാതാക്കളെ കർത്താവ് നമുക്ക് നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇങ്ങനെ എത്രയോ ഇന്നത്തെ കാലയളവിൽ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി, നമ്മൾ അറിയാമല്ലോ, പ്രത്യേകിച്ച്
കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ എത്രയോ നൈറ്റ്സാണ് നമ്മൾ ഉറക്കമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, അല്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്, ഡാനിയൊക്കെയും വളർന്നു വരുന്നതായ സമയത്ത് ചിലപ്പോൾ ഒരു 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 ഏതെങ്കിലും വിധത്തിലുള്ളതായ ഒരു ഇൻഫെക്ഷൻ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പനി വന്നു കഴിഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ, പിന്നെ ആ രാത്രി നമുക്ക് പലപ്പോഴും ഉറങ്ങാൻ പറ്റത്തില്ല, അല്ലേ? അങ്ങനെയുള്ള രാത്രികളൊക്കെ ഓർക്കുന്നില്ലേ? ചിലപ്പോൾ ഇപ്പോഴും നിങ്ങൾ കടന്നു വന്നുണ്ടായിരിക്കും അങ്ങനെയുള്ളതായ ഇതെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുകയാണ്, ത്യാഗമാണ് നമ്മൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ ചെയ്തതുപോലെ തന്നെ അവർ വളർന്നു വരുമ്പോൾ അവരും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ ത്യാഗത്തെ ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ഞാൻ പ്രത്യേകിച്ച് ഐ വാണ്ട് ടു അപ്രീഷിയേറ്റ് ഓൾ ദ മദേഴ്സ് ഫോർ യുവർ സാക്രിഫൈസ്. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായ ആ സാക്രിഫൈസ് നിങ്ങളൊരു മോഡലാണ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം അതിനായി നിങ്ങളെ പിന്നെയും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. The fifth point I want just leave is here. A godly mother leaves a lasting legacy. ഹല്ലേലൂയ. ദൈവഭക്തിയായ ഒരു അമ്മ നിലനിൽക്കുന്ന ഒരു പൈതൃകം അവശേഷിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യം 31 നമ്മിങ്ങനെയാണ് വായിക്കുന്നത്. അവൾ Amen. Honor her for all that her hands have done, and let her words bring her praise at the city gate. Hallelujah. അപ്പോൾ ദൈവഭക്തിയായ ഒരു അമ്മ ഹല്ലേലൂയ ആമേൻ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടിയല്ല, അതുമാത്രമല്ല അവൾ ജീവിക്കുമ്പോൾ ഒരു പൈതൃകം, ഒരു ട്രഡീഷൻ, ഒരു ലെഗസി അവൾ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിട്ടേച്ചാണ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ഇല്ലാതിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് എന്തായിരിക്കും അവർ ഓർക്കേണ്ടത്? അതിനുവേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പാരൻസ്, നമ്മെക്കുറിച്ച്, എന്നെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓർക്കുമ്പോൾ എന്തായിരിക്കും നമ്മളുള്ള പ്രത്യേകത, ക്വാളിറ്റി അവർ ഓർക്കുന്നത്? എസ്പെഷ്യലി ഓൺ ദ സ്പിരിച്വൽ തിങ്സ്. ആമേൻ. എന്തായിരിക്കും അവർ ഓർക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ ഉണ്ടാക്കിയതായ സമ്പത്ത് അത് നല്ല കാര്യമാണ്. ബാങ്ക് ബാലൻസ് ഇസ് വെരി ഗുഡ് തിങ്. ഹല്ലേലൂയ. ഗുഡ് നെയിം ഇസ് വെരി ഗുഡ് തിങ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിലുപരിയായി ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും അവർക്ക് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് എന്താണ് ഓർക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്? അതിനുവേണ്ടി ഹല്ലേലൂയ അവർ ഓർക്കുമ്പോൾ ഹല്ലേലൂയ എൻ്റെ മാതാവ് ഇങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ പിതാവ് ഇങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ മാതാപിതാക്കൾ ദൈവത്തെ ആരാധിച്ചത് ഇങ്ങനെയായിരുന്നു, അവർ ദൈവത്തിന് വേണ്ടി കൊടുത്തത് ഇങ്ങനെയായിരുന്നു, അവർ ദൈവത്തിൻ്റെതായ ദൈവികമായ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് ഓർത്ത് അതിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം, അതിനെ പിൻപറ്റുവാൻ തക്കവണ്ണം അവർക്ക് മനസ്സുണ്ടാകുമോ? അതാണ് നമ്മൾ ഇന്ന് പൽക്കാലം ഓർക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകൾ തന്നിരിക്കുന്നതായ എല്ലാ മാതാക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ത്യാഗ മനോഭാവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതിഷ്ഠയോടുകൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഇതുവരെയും ഹല്ലേലൂയ ഇത്രത്തോളം ദൈവകൃപയോടുകൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതായ മനസ്സിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആവശ്യമായിരിക്കുന്ന എല്ലാവിധ കൃപകളും നന്മകളും ദിവസങ്ങൾ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ ഒരൊറ്റ വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞു പോലും എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. എല്ലാവരും ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവരായിരിക്കാൻ, എല്ലാവരും നിത്യതയിൽ കാണുവാൻ. ഇവിടെ ജോലി വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ഇവിടെ പൊസിഷൻ നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ പൊസിഷൻ കിട്ടിയിട്ട് അവിടെ പൊസിഷൻ ഇല്ലെങ്കിൽ എന്താ പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അതിനായി അവരെ ദൈവകൃപയിൽ വളർത്തുവാൻ,
അവരെ ദൈവകൃപയിൽ നിലനിർത്തുവാൻ ആവശ്യമായിരിക്കുന്നതായ കൃപ നമുക്ക് കർത്താവ് ദൈനംദിനം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂട്ടായ്മയിൽ അവിടുന്ന് നൽകി തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ മാതാക്കൾക്കായി സ്തോത്രം. അവരുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ദൈവകൃപ അവിടുന്ന് പകർന്നു സഹായിക്കണമേ ഞങ്ങളോട്. അവിടുന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ സംസാരിച്ചതിനായും സ്തോത്രം, പ്രാർത്ഥനയുടേതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തുടർന്നുള്ളതായ സമയം ഹല്ലേലൂയ, നമുക്ക് പാട്ടുപാടി, ഇംഗ്ലീഷ് പാട്ടുപാടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.